ഗുഡ് മോർണിംഗ്. നമ്മള് കാലത്ത് റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഇനി നേരെ സിഡ്നിക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നേരെ സിഡ്നി ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ടത്തെ റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, എന്തായാലും നമുക്ക് ബുക്ക് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇന്നലെ രാത്രി നമ്മൾ താമസിച്ച റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ സോസേജ് റോൾസ് ഉണ്ടല്ലോ, അതായത് ഓൾറെഡി കുക്ക്ഡ് ഫ്രാങ്ക്സ്, അത് വാങ്ങിയിട്ടുണ്ട്. അതും ബ്രെഡും പിന്നെ ബർഗർ സോസും. അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പഴം കഴിച്ചു ഓൾറെഡി. അതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ ശരിക്കും സിഡ്നിയിലേക്ക് ഇവിടെ നിന്ന് 9 മണിക്കൂറിനടുത്ത് യാത്രയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെച്ച് പിടിക്കാം. രാത്രി സിഡ്നിയിൽ എത്തോ ഇല്ലയോ എന്നറിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ന്യൂ കാസിൽ റൂം എടുക്കും നമ്മൾ ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു വൂൾവർത്തിൽ കയറിയേക്കുവാണ്. നമ്മൾ ഹോട്ടൽ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വൂൾവർത്താണത്. നമുക്ക് ഇതെല്ലാം സാധനങ്ങളെല്ലാം അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മളിനി യാത്ര ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകും കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ സിഡ്നിയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, സിഡ്നിയിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനിൽ നിർത്തി, പിന്നെ ടോയ്ലറ്റിൽ പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ ഇത് നോക്കിയ ഒരു സംഭവം, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റെഡ് ലൈൻ ബ്രെത്തലൈസർ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ തലേദിവസം മദ്യപിച്ചതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് വണ്ടി എടുത്ത് പോകണം, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് ഊതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ദ ലിമിറ്റ് ആണോ അല്ലെങ്കിൽ ഇത് ഓവർ ദ ലിമിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ വേണ്ടി പറ്റും. സമയം ഇപ്പോൾ 3:30 നമുക്കും വിശക്കാൻ വേണ്ടി തുടങ്ങി, പിള്ളേർക്കും വിശക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ടോയ്ലറ്റിൽ പോകണം, പിന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം, റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി നിർത്തി. നമ്മൾ കാലത്ത് വൂൾവർത്തിൽ ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതും റാപ്പും കൂടി കഴിക്കാൻ വേണ്ടി പോകുന്നത് ഉച്ചയ്ക്ക്. അമ്മച്ചി ക്യാമറ ഫ്രണ്ടിൽ നിന്ന് ഓടിക്കളയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചിക്കൻ റോസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റാപ്പ് ഒന്ന് ചൂടാക്കുന്നുണ്ട് പാനിൻ്റെ അകത്ത്. അങ്ങനെ നമ്മുടെ ലഞ്ച് ടൈം. അങ്ങനെ നമ്മൾ ഇത്രയും ദിവസം, അതായത് നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഇന്നലെ വരെ ശരിക്കും ഉണ്ടെങ്കിൽ 2 ദിവസം മാത്രമേ, അതായത് 2 നേരം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ കേസ് നല്ല ഹാപ്പി ആയിരുന്നു. അത് കാര്യം നമ്മൾ ഇവിടുത്തെ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഒരു പരിധിയുണ്ട്. ഇവൻ ഒരു നേരം ഓക്കെ, ഇടയ്ക്കൊരു നേരമൊക്കെ കഴിക്കാമെന്നുള്ളൂ, അല്ലാതെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരെ സംതൃപ്തി കിട്ടില്ല. അങ്ങനെ. പക്ഷെ ഇന്നലത്തെ ഞങ്ങൾക്ക് കേട്ടോ, ഞങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ലഞ്ച് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തുനിന്നൊക്കെ ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ഈവനിങ്ങും കൂടി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ളൊരു എന്താ പറയുക, അത് നമുക്ക് പറ്റുന്നില്ല, നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പാർക്കിംഗ് സ്പോട്ടിൽ വണ്ടി നിർത്തി കുക്ക് ചെയ്തിട്ട് പിന്നെ യാത്ര തുടരാമെന്ന് വിചാരിച്ചത്. നമ്മളുടെ നാടൻ കഞ്ഞിയും നാടൻ മുട്ടക്കറി, മീൻകറി, ഇറച്ചിക്കറി, ഉണക്കച്ചെമ്മീൻ, അതിൻ്റെയൊക്കെ ഒരു സംതൃപ്തി നമുക്ക് എന്താ പറയാ. അതെ അതെ, വേറെ കൊണ്ടല്ല, വേറൊന്നും കൊണ്ടല്ല, നമ്മള് നാടൻ ആൾക്കാരായതുകൊണ്ട് നമ്മളത് ശീലിച്ചത് കൊണ്ട് നമുക്ക് അതേ പറ്റുള്ളൂ. ഇനി ഫ്രണ്ട്സ് 6 മണി കഴിഞ്ഞോട്ടാ. അപ്പം നമ്മളുടെ ഇവിടെ ഇരുട്ടാൻ വേണ്ടി തുടങ്ങിയേ, സൺലൈറ്റ് ഒക്കെ പോയി തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഒരു പാർക്കിംഗ് സ്പോട്ടിലേക്ക് കയറി. എനിക്കാണെങ്കിൽ ഓടിച്ച് ഉറക്കം വരാനും തുടങ്ങി. അപ്പോഴാണ് നമ്മൾ പാർക്കിംഗ് സ്പോട്ടിലേക്ക് കയറിയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവരൊക്കെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എല്ലാമായിട്ട് എന്തായാലും കുറച്ച് സമയം അങ്ങനെ പോയി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീനും പിന്നെ അതുപോലെ തന്നെ എന്താ പരിപ്പ് കറി, പിന്നെ ചോറും ഇടണം കേട്ടോ. പക്ഷെ അപ്പോൾ ഇന്നലത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് ബ്രിസ്ബെയിനിലേക്കുള്ള? അതെന്തായാലും നല്ലൊരു സൂപ്പർ യാത്ര. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അമ്മച്ചി ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ പോലെ 1.25 വർഷം ആയിട്ടുള്ളൂ. അമ്മച്ചി ആദ്യമായിട്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്.
അപ്പോൾ നമ്മൾ ശരിക്കും ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ അമ്മച്ചി വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ബ്രിസ്ബെയിനിലായിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അമ്മച്ചിയുടെ ടിക്കറ്റ് ബ്രിസ്ബെയിനിലേക്ക് എടുത്തു വിടാം ശരിക്കും. അല്ലെങ്കിൽ നമ്മൾ മെൽബണിലേക്ക് എടുത്താൽ മതിയായിരുന്നു, അതാണ് നമുക്ക് സൗകര്യം. പക്ഷേ നമ്മൾ ഈ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഓടി മെൽബണിലേക്ക് എത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രെസ്സായി പോകും. അതുകൊണ്ട് നമ്മൾ അമ്മച്ചിനെ ബ്രിസ്ബെയിനിലേക്ക് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് പിന്നെ ബ്രിസ്ബെയിനിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെൽബണിലേക്ക്. പന്ത്രണ്ടര മണിക്കൂറോളം വേണ്ട ഇപ്പം മലയാളത്തിൽ ഇരിക്കണത്. 12 മണിക്കൂർ ഇൻക്ലൂഡിങ് നമ്മുടെ ടോയ്ലറ്റിൽ പോക്കും പെട്രോൾ അടിക്കലും ഭക്ഷണം എല്ലാം കൂടി കേട്ടാ. നമ്മൾ സിഡ്നിയിൽ നമ്മളെ അക്കോമഡേഷനിൽ എത്താൻ വേണ്ടിട്ട് 19 മിനിറ്റ് കൂടി 10 കിലോമീറ്റർ കേട്ടാ. Take me home to the place I belong, West Virginia, Mountain Mama. Take me home down the country road. അങ്ങനെ നമ്മൾ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കുവാണേ. കുറെ നേരം നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, പക്ഷെ ഭയങ്കര ടൈറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ സിറ്റി അല്ലേ. എന്നാലും നമുക്ക് പാർക്കിംഗ് എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിശ്വസിക്കാം. അങ്ങനെ നമ്മൾ ടവർ ബ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ മേളിൽ കൂടി ഒന്ന് ഡ്രൈവ് ചെയ്യാം. കറങ്ങി വഴി തെറ്റി അതിന്റെ മേലിലേക്ക് വന്നാണ് നമ്മൾ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഏതൊക്കെ എക്സിറ്റ് എടുത്ത് നമ്മൾ പാർക്കിംഗ് കിട്ടാതെ നമ്മൾ ടവർ ബ്രിഡ്ജിന്റെ മേലിലേക്ക് കയറി. നമുക്ക് വീണ്ടും പാർക്കിംഗ് നോക്കാം. ടവർ ബ്രിഡ്ജിലല്ലോ, ഹാർബർ ബ്രിഡ്ജ്. സോറി. നമ്മളങ്ങനെ പാർക്കിങ്ങിലേക്ക് കയറ്റിട്ടാ, വിൽസൺ പാർക്കിങ്. ഇത് 1 മണിക്കൂറിലേക്ക് എൻ്റെ റേറ്റ് ഞാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞാൽ മറന്നുപോയി എത്രയാന്നുള്ളത്. റേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, എഴുതി കാണിക്കാം. നമ്മൾ സിഡ്നി ഒപ്പേറ ഹൗസിന്റെ മുന്നിലേക്ക് തിരിക്കുകയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മൾ ഒപ്പേറ ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, വെതറും നല്ല അടിപൊളിയാണുണ്ട്. അപ്പൊ അതുകൊണ്ട് അതായത് അധികം വെയിലില്ല, അധികം ചൂടില്ല, എന്നാ മഴയുമില്ല, എന്നാൽ നല്ല ബ്രൈറ്റുമാണ്. അപ്പോൾ ഈ ഒപ്പേറ ഹൗസ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹാർബർ ബ്രിഡ്ജ് കേട്ടോ. ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ ടവർ ബ്രിഡ്ജ് ആണല്ലോ. അപ്പോൾ
പറയാ, ഹാർബർ ബ്രിഡ്ജ്. നമുക്ക് ഒപ്പേറ ഹൗസിൽ നിന്ന് പോകാൻ സമയമായിട്ടാ. നമ്മളൊരു 1.5 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തായിരുന്നേ. അപ്പൊ ഇനി വണ്ടി എടുത്ത് നമുക്കിനി നമ്മുടെ വിക്ടോറിയയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മളുടെ ഒപ്പേറ ഹൗസിനോടും ഹാർബർ ബ്രിഡ്ജിനോടും വീട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുകയായിട്ടാ. നമ്മളങ്ങനെ നമ്മുടെ വിക്ടോറിയയിലേക്കുള്ള യാത്രക്ക് നടുവിൽ നമ്മളൊരു സ്ഥലത്ത് റെസ്റ്റ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ടാണ്. നല്ല അടിപൊളി സ്ഥലമാണ് റെസ്റ്റ് ഏരിയ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ കച്ചവടം നടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചതേ. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഓക്കെ, ചെറിയ തടാകം, അതായത് ഒരു ഫാമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. കണ്ടോ, ഇതുണ്ടോ ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കേട്ടോ. ഇതുണ്ടോ, ഇവര് ആ വണ്ടിയിൽ വന്നിട്ട് ഒരു ടെന്റ് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് കച്ചവടം ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ റെസ്റ്റ് ഏരിയയിൽ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് വെജിറ്റബിൾ വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പി ഉണക്കച്ചെമ്മീനും നമ്മുടെ ടിൻ മീൻകറിയും പപ്പടവും ചോറും. ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് നമ്മളുടെ 14ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി 14 ദിവസമായി. അപ്പോ ഇന്നലെ രാത്രി നമ്മള് ഇന്നലെ കാലത്ത് നമ്മൾ സിഡ്നി ഒപ്പേറ ഹൗസിൽ നിന്ന് വണ്ടി എടുത്തു. വൈകിട്ട് ഓൾബറിയിൽ നമ്മളൊന്ന് സ്റ്റേ ചെയ്തിട്ടോ, ബോഡോങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ബോഡോങ്കയില് ട്രീസിലൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. പേര് മിനു, പിന്നെ അജു. അപ്പോ അവരുടെ വീട്ടിൽ രാത്രി 9 മണിയായപ്പോൾ എത്തി. രാത്രി ബിരിയാണിയൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാണ്. ഞങ്ങൾ അതെല്ലാം കഴിച്ചു, കുറെ നേരം സംസാരിച്ചു. അതിനുശേഷം ഞങ്ങള് നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ജിതിന്റെയും പ്രീമയുടെയും, അതായത് പ്രീമയുടെ ബേബി ഷവർ നെക്സ്റ്റ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട് സ്റ്റേജ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തേ. അപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം ഞാൻ കാണിക്കട്ടോ. സ്റ്റേജ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് കാലത്തെ ഒരു സർപ്രൈസ് ആയിട്ട് പ്രീമനെ നമ്മളുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നു. അത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അപ്പോഴാണ് അവരും ജിതിനും പ്രീമിയും നമ്മളെ കാണുന്നത് കേട്ടോ. നമ്മളൊരു സർപ്രൈസ് സെറ്റ് ചെയ്തതാണ്. അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു മിനു, മിസ് ആൻഡ് അജി. അപ്പം അങ്ങനെ അപ്പോൾ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ച് നമ്മളുടെ സ്വന്തം നാടായ ബെലറാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഞാനത് കാണിക്കാട്ടോ, അതൊന്ന് നിങ്ങൾ കണ്ടിട്ടോ. എന്നിട്ട് നമുക്ക് ബെലറാറ്റിലേക്ക് പോവാം. നമ്മളങ്ങനെ പ്രീമയുടെ ബേബി ഷവറിന് ഹോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കട്ടോ. നമ്മളപ്പോൾ പണി തുടങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ. അങ്ങനെ സമയം 11:30 ആയിട്ടോ. നമ്മളുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിൽ സാധനങ്ങളില്ല. അതായത് സൈഡിൽ ബലൂൺസും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ നാളെ കാലത്തെ ചെയ്യേ. ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നാളത്തേക്കുള്ള മന്തി റെഡിയാക്കുവാണ്. ട്രീസയും മിനുവും കൂടിയാണ് മന്തി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും മിനുവിനെയും അജുവിനെയും നല്ല രീതിയിൽ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ശരിക്കും മിനുവും അജുവാണ് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് സക്സസ് ആക്കിയത് കേട്ടോ.
പ്രോഗ്രാം ഓർഗനൈസർ. ഇത് കണ്ടോ, ഞങ്ങള് പൊക്കൊണ്ടിരുന്നപ്പോഴേ നല്ല ബ്യൂട്ടിഫുൾ റെയിൻബോ ഉണ്ടാവും. നമ്മളങ്ങനെ 14 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളുടെ നാടായ ബെല്ലറാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ 14 ദിവസം കൊണ്ട് നമ്മൾ കാടും മലയും എല്ലാം താണ്ടി 3 സ്റ്റേറ്റാണ് കവർ ചെയ്തത്. ഈ ഒരു യാത്ര നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു ഇത് കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ഈ 2 പിള്ളേരെയും കൊണ്ട് നമ്മൾ ഇത്രയും ദിവസം ഇത്രയും കിലോമീറ്ററുകൾ സേഫായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റി. ഏകദേശം 5000 കിലോമീറ്റർ നമ്മൾ റോഡിൽ ജീവിച്ചു. പല അവസരങ്ങളിലും നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചു. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ടെൻ്റ് ലൈഫ് എന്താണെന്നറിഞ്ഞു. ഏകദേശം 500 പേര് മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നമ്മൾ അവിടുത്തെ നാട്ടുകാരുമായിട്ട് സമയം ചെലവഴിച്ചു. നീണ്ട 14 ദിവസത്തോട് നമ്മൾ യാത്ര പറഞ്ഞ് നാളെ മുതൽ നമ്മൾ വീണ്ടും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക്.